അങ്ങോട്ട് കാണില്ല. നമസ്കാരം. എന്തായാലും GMLP സ്കൂൾ വെളിമണ്ണയിൽ വരാൻ സാധിച്ചതിൽ, നമ്മളെ ഈ സ്കൂളിലേക്ക് വിളിച്ചതിൽ അതിന്റെ മാനേജ്മെന്റിനോടും PTA-യോടും ഇവിടുത്തെ HM-നോടും ഇവിടുത്തെ നാട്ടുകാരോടും ഒരുപാട് സന്തോഷത്തോട് നന്ദി പറയണം ആദ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് ഇതുപോലത്തെ ഇത്ര പ്രൗഡുള്ള ഒരു സ്കൂൾക്ക് പോയിട്ടില്ല. അത്രത്തോളം ജനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഇതുവരെ എത്തിച്ചത്, നമ്മളെ ഈ വെളിമണിയുള്ള മുത്തുമണികളെ നമുക്ക് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവേ. അതുകൊണ്ട് മാത്രമാണ് ഈ നേർപോലെ ഞാൻ അങ്ങനെ തല്ലുന്നത്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട്. അല്ലാതെ ഏതെങ്കിലും മനുഷ്യരെ വെറുതെ കൊട്ടാൻ ആരുടെയും കൂടിണ്ടാവും. അതന്നെയാണ്. ഏതൊരു ഇപ്പച്ചാൾ ഇങ്ങനെ തല്ലോ തല്ലൂല. അതിനൊക്കെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യണം അല്ലേ? അത് വേദന ഈ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ തല്ലൂല. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ ഓരോ സപ്പോർട്ട്, നിങ്ങളെ ഓരോ വിനത്തും, അത് മാത്രമാണ് ഇന്ന് ഞാനും ഈ ശിക്കൊക്കെ ഈ സ്റ്റേജിൽ ഇവിടെ ഈ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ തുടർന്ന് നമ്മളെ സപ്പോർട്ട് കാണാൻ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ പഠിക്കാൻ മാറ്റരുത്. അതെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നാളെ ആരാവും എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ അതിനെ കുറിച്ച് നല്ലൊരു വിഷമിക്കുന്ന മനസ്സിലാണ് ഞാൻ. ഈ സ്റ്റേജിൽ എത്തിയപ്പോഴാണ് നമുക്ക് പഠിക്കാത്തതിന്റെ സങ്കടം വരുന്നത്. അപ്പൊ പഠിക്കൂലേ? നല്ലോണം പഠിക്കൂലേ? അത് കഴിഞ്ഞിട്ടല്ലേ റീല് കാണുള്ളൂ. അത് മാത്രം കേട്ടാൽ മതി. പഠനം അതാണ് മുഖ്യം. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. അതിന് ശേഷം റീൽസ് കാണാൻ പാടുള്ളൂ. തീരെ കാണാത്തോ അപ്പൊ ഞാൻ കുഞ്ഞാപ്പൂരോട് ഒരു 2 വാക്ക് സംസാരിച്ച മൈക്ക കാണാം. കൊമ്പക്കാട് തറവാട്ടിൽ കുഞ്ഞാപ്പൂ മാന്യ സദസ്സിലെ വന്ദനം. അങ്ങനെ ദർശനങ്ങളൊക്കെ പറയല്. അപ്പൊ ഇവർക്ക് വന്നതിന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാനല്ലേ? അപ്പൊ നമുക്ക് തകർക്കണ്ടേ? അപ്പൊ ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന കൊമ്പക്കാട് പോയ അവടിപ്പറ്റി വെച്ച കൊമ്പത്തിരുന്ന് പാടേണ്. നിങ്ങൾക്ക് നിങ്ങളെ കൈയടിച്ചു. അത് ഞങ്ങൾ കൊമ്പക്കാട് ടീച്ചറെ പ്രാർത്ഥന ഉണ്ടാവും.